കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് TV, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവീസ് സഹകരണ ബാങ്കാണ്. ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ മറ്റ് ജനാധിപത്യ വിശ്വാസികൾക്കോ സംഘം സഹകാരികൾക്കോ പ്രത്യേക അധികാര അവകാശങ്ങളൊന്നും തന്നെ ഇല്ല. കഴിയുമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പ് സൗകര്യം ഉണ്ടെങ്കിൽ തരും. ലോണും സൗകര്യം ഉണ്ടെങ്കിൽ തരും. പൈസ ഇടുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതെന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് അവർ തീരുമാനിക്കും. ആ തീരുമാനത്തിൽ ഇടപെടാൻ മറ്റുള്ളവർക്ക് അവകാശം, സഹകാരികൾക്ക് അവകാശമില്ല. സഹകരണ സംഘം എന്ന് പറയുന്നത് സഹകാരികളുടേതാണ്. ഈ ബാങ്കിലെ അംഗത്വം എടുത്തുള്ള സഹകാരികൾക്ക് തുല്യ അവകാശമുള്ള ഒരു സ്ഥാപനമാണിത് എന്നാണ് കാഴ്ചപ്പാട്. പക്ഷേ ഇവിടെ അങ്ങനെ പ്രത്യേക അവകാശാധികാരങ്ങളൊന്നുമില്ല. ഇവിടെ അധികാരമുള്ളവർ ചില ആളുകൾ മാത്രമാണ്. അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾക്ക് എല്ലാവർക്കും അവകാശമില്ല. അതിൽ CPI, CPM, അതിലെ വരേണ്യ വിഭാഗം, എല്ലാ കണാവുണ നടക്കുന്ന കോടിക്കുട മുദ്രാവാക്യം വിളിക്കുക, പോസ്റ്റ് ഒട്ടിക്കുക, അങ്ങനെയുള്ള CPM-ന്റെ CPI-യുടെയും മൂന്നാം കിട പാർട്ടികൾക്കൊന്നും പ്രവേശനമില്ല. ഇതിൽ അവരിലെ വരേണ്യ വിഭാഗം അവർ തീരുമാനിക്കും. അതിന് പ്രത്യേക മാനദണ്ഡമാണ്. ആ മാനദണ്ഡത്തിൽ പെടുന്നവരെ എടുക്കുകയുള്ളൂ. ഇവിടെ ധർണ നടത്തുന്നതിൻ്റെ അർത്ഥം ഇവിടെ കോൺഗ്രസ്സുകാരെ നാളെ നിയമിക്കുമെന്നല്ല. ഒരാളെ നിയമിക്കാൻ പോകുന്നില്ല. കോൺഗ്രസ്സുകാരും നല്ല ജനാധിപത്യ വിശ്വാസികളും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ നിയമനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അർഹതയുള്ള കുളത്തൂപ്പുഴ നിവാസികൾക്കൊന്നും ഈ ബാങ്കിൽ നിയമനം കിട്ടും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കില്ല. അങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ച് ധർണയും നടത്തുകയാണ്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ മുദ്രാവാക്യം വിളിക്കുന്ന, കേസിലെ പ്രതിയാകുന്ന, പോസ്റ്റ് ഒട്ടിക്കുന്ന ആളുകളുടെ കുടുംബാംഗങ്ങൾക്കോ ആളുകളുടെ ബന്ധുക്കൾക്കോ ഇവിടെ ജോലി കൊടുക്കാത്തത്? കൊടുക്കത്തില്ല. കാരണം അവരുടെ ജോലി എന്താണ്? മുദ്രാവാക്യം വിളിക്കുന്നവരുടെ ജോലി മുദ്രാവാക്യം വിളിക്കുകയാണ്, അതവൻ വിളിച്ചോണം. പോസ്റ്റ് ഒട്ടിക്കുന്നവരുടെ ജോലി പോസ്റ്റ് ഒട്ടിക്കുകയാണ്, അത് ഒട്ടിച്ചോണം. അല്ലാതെ ജോലി ചോദിക്കരുത്. ജോലി ബൂർഷ്വ മനസ്ഥിതിയാണ്. ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ശമ്പളം ലഭിക്കും. ആ ശമ്പളം ലഭിക്കുന്നതോടുകൂടി അവന്റെ അടിസ്ഥാന ചിന്താഗതിക്ക് മാറ്റം വരും. അവൻ ബൂർഷയായി മാറും. തൊഴിലാളി വർഗ സർവാധിപത്യത്തിൽ ബൂർഷകൾക്ക് സ്ഥാനമില്ല. അങ്ങനെ ബൂർഷകൾ സ്ഥാനമില്ലാത്തൊരു പാർട്ടിയിൽ അത്തരം ചിന്തകൾ മുളയിലെ നുള്ളിക്കളയണം. അതുകൊണ്ടാണ് നമ്മുടെ EK സുധീർ അടക്കം ഇപ്പൊ കുത്തിയിരിക്കുന്നത്. അവിടെ രസകരമായ സംഭവം, ഈ കളിയുടെ അകത്ത് കളിയുണ്ട്. നിയമനം വീതം വെക്കുന്നു. CPI-ക്ക് 2, CPM-ക്ക് 2. അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിട്ടില്ല. CPM-ല് പഞ്ചായത്തിൽ ഒരു മെമ്പറാണ്, CPI-ക്ക് 6 പേരുണ്ട്. അതാണോ അടിസ്ഥാനം? അല്ലെ സർവീസ് സഹകരണ ബാങ്കിലുള്ള അംഗങ്ങളുടെ എണ്ണമാണ് അടിസ്ഥാനം? അതല്ല നിയമസഭയിലുള്ള അംഗങ്ങളുടെ അടിസ്ഥാനമാണോ? അതോ വലിയ പാർട്ടി ചെറിയ പാർട്ടി ഏതാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു മാനദണ്ഡം ഇവിടെ സ്വീകരിച്ചു. തുല്യം. രണ്ടും പ്രബല ശക്തികളാണ്. തുല്യമായിട്ട് 2-2 വീതിക്കാൻ തീരുമാനിച്ചു. വീതിച്ച് കഴിയുമ്പോൾ CPI-ലെ കൂടെ പാവപ്പെട്ടവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടനാടിന്റെ പുറമേ നടക്കുന്നത് പോലെ നടന്നു നോക്കി. ഇപ്പൊ വീഴുമെന്ന് വെച്ച് ഒന്നും വീണില്ല. ജോലി കിട്ടിയില്ല. അവസാനം സുധീറിന്റെ അടുത്ത് പറഞ്ഞു, ജോലി കിട്ടിയാലും എന്താണ്, സ്വീപ്പർ തസ്തികയാണ്, ഇതിന് പ്രമോഷൻ ഇല്ല. 12,000 രൂപ മാത്രമേ ശമ്പളം കിട്ടൂ. ശമ്പളവും ഉയർത്തി കിട്ടില്ല. അപ്പൊ സുധീർ നോക്കിയപ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു ഡിഗ്നിക്ക് മറ്റു ജോലിയില്ല, 1 പ്രമോഷൻ ഇല്ല, 2 ശമ്പള വർധനമില്ല. അപ്പൊ സുധീർ പറഞ്ഞു, അങ്ങനെയാണ് എനിക്ക് വേണ്ട. പക്ഷേ അതിന്റെ അപ്പുറത്തെ ബുദ്ധിയുള്ള CPM-ലെ ബുദ്ധിരാക്ഷസന്മാരെന്ത് ചെയ്തു? അതിനു മുമ്പ് തന്നെ ഓർഡർ മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്, പുറത്ത് കാണിച്ചിട്ടുണ്ട്. എന്താ ഓർഡർ പറയുന്നത്? ഈ തസ്തികയ്ക്ക് പ്രമോഷൻ ഉണ്ട്, ശമ്പള വർധനമുണ്ട് എന്ന ഉത്തരവ് മേടിച്ച് കയ്യിൽ വെച്ചിരിക്കുക. ഇത് സുധീർ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ സുധീറിനെ കൂട്ടുള്ള കുറെ പാവപ്പെട്ട CPI-കാർ കണ്ടിട്ടില്ല. അവർ പറഞ്ഞു, കൊള്ളാത്ത പണി അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു. അത് പറയുന്നതാണ്, ഇത് പ്രമോഷനുള്ള വേക്കൻസിയാണ്, തസ്തികയാണ്, പ്രമോഷനുണ്ട്, ശമ്പള വർധനമുണ്ട്. എങ്ങനെയുണ്ട്? സുധീർ അടക്കമുള്ള പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ എന്താണ് ഇപ്പോൾ എന്താണ് ചൊക്കൻ ആപ്പൂരി എന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ മദ്യാങ്കുലി മാത്രമാണ് ഇനി അവരുടെ ആശ്രയം. ഇപ്പം അതുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് എങ്ങനെ അവരിയിരിക്കുന്നത്?
അപ്പൊ എന്തായാലും ശരി, ഇവിടെ നടക്കുന്നത് ശരിയാണോ എന്ന് ബഹുമാനപ്പെട്ട സംഘസഹകാരികളോട് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ധർണ നടത്തിയത്. അത് മാത്രമാണ് ധർണ നടത്തിയത്. എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മളുടെ സഹകാരികളുടെ കർഷകരുടെ ചില്ലിക്കാശ് കൊണ്ട് പടുത്തുയർത്തിയ ഒരു ധനകാര്യ സ്ഥാപനമാണല്ലേ. ആ ധനകാര്യ സ്ഥാപനത്തിൽ എല്ലാവരോടും നീതി കാണിച്ചില്ലെങ്കിൽ ഭരിക്കുന്നവരോടെങ്കിലും നീതി കാണിക്കട്ടെ. ഇവിടെ CPM-ന്റെ സന്തത സഹചാരി ശ്രീ ബാബുക്കുട്ടി പരാതി അയച്ചതായി മലയാള മനോരമ പത്രത്തിൽ കണ്ടു. അദ്ദേഹം സഹകരണ രജിസ്ട്രാർക്കടക്കം പരാതി കൊടുത്തിരിക്കുകയാണ്. എന്താ നിയമന പുനഃപരിശോധിക്കണം. സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ആളുകളെയാണ് നിയമിച്ചിരിക്കുന്നത്. നമുക്കറിയത്തില്ല. കാരണം നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നതാണ്, എല്ലാ ഉദ്യോഗസ്ഥന്മാരും സത്യസന്ധരാണ്, എല്ലാവരും സത്യവാൻ സാവിത്രിയേക്കാൾ വലിയ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നാണ് അവർ നമ്മളോട് പറയുന്നത്.